Hello everyone, myself Hasna K from Sachit College Taliparamba. I am here to discuss in the topic mussel culture and pearl culture. First we talk about mussel culture. As an introduction, mussel is a filter feeder of phytoplankton and detritus. ന്യൂട്രൻസിനെയും ഓർഗാനിക് മാറ്റേഴ്സിൻ്റെയും മോസ്റ്റ് എഫിഷ്യൻറ്റ് കൺവേർട്ടർ ആയിട്ടാണ് നമ്മൾ മസിൽസിനെ കൺസിഡർ ചെയ്യാറുള്ളത്. ദേ ഹാവ് ദ വെരി ഷോർട്ട് ഫുഡ് ചെയിൻ. പിന്നെ അവർ പെട്ടെന്ന് ഗ്രോ ചെയ്യും, ഫാസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്, സ്റ്റഡി നേച്ചർ ഉണ്ട്. ദെൻ ഏതൊരു സബ്സ്ട്രാറ്റത്തിലും പെട്ടെന്ന് തന്നെ അവർ ബേസിസ് ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് അറ്റാച്ച് ചെയ്യാനുള്ള എബിലിറ്റിയും മസിൽസിനുണ്ട്. മസൽ കൾച്ചർ ഈസ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഫോം ഓഫ് സോൾട്ട് വാട്ടർ അക്വാകൾച്ചർ. പിന്നെ മറ്റ് അക്വാകൾച്ചർ ടെക്നോളജീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഒന്നും തന്നെ മസിൽ ഫാമിങ്ങിന് ആവശ്യമില്ല. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ദെൻ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് മിനിമം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് മസിൽസിനെ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഗ്രോത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 8 മില്ലിമീറ്റർ ടു 30.5 മില്ലിമീറ്റർ പെർ മന്ത് ആ ഒരു റേറ്റിലാണ് ഇവർ ലെങ്ത് അറ്റൈൻ ചെയ്യുന്നത്. റാപ്പിഡ് ഗ്രോത്താണ് മസിൽസിനുള്ളത്. ദെൻ ആവറേജ് കൾച്ചർ കണ്ടീഷൻസിൽ ഗ്രീൻ മസിൽസും ബ്രൗൺ മസിൽസെല്ലാം അറ്റൈൻ ചെയ്യുന്നത് ഏകദേശം 80 to 88 മില്ലിമീറ്റർ ലെങ്ത്തും 36.5 to 40 ഗ്രാം വെയിറ്റുമാണ്. ഫാംഡ് മസിൽസ് തന്നെയാണ് നാച്ചുറൽ ബെഡിലുണ്ടാകുന്ന മസിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ മീറ്റ് ഈൽഡ് തരുന്നത്. ഇതിൻ്റെ മസിൽസിനെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റി, ഫുഡ് അവൈലബിലിറ്റി, സെറ്റിലിംഗ് ഡെൻസിറ്റി, വാട്ടർ കറൻറ്റ് ആൻഡ് ടൈഡൽ എക്സ്പീരിയൻസ്. ദെൻ ഫാമിംഗ് ടെക്നിക്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സൈറ്റ് സെലക്ഷൻ തന്നെയാണ്. ഓപ്പൺ ആയിട്ടുള്ള അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വെൽ പ്രൊട്ടക്റ്റഡ് ഓർ ഷെൽട്ടേർഡ് കൗസ് ആൻഡ് ബേസ് ആണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. Sites affected by strong wind and big waves could damage the stock and culture materials and therefore must be avoided. സ്ട്രോങ് വിൻഡും ബിഗ് വേവ്സും കൊണ്ട് സ്റ്റോക്കും കൾച്ചർ മെറ്റീരിയൽസൊക്കെ ഡാമേജ് ചെയ്യുന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയുള്ള ഏരിയാസ് സൈസൊക്കെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യണം. പിന്നെ നാച്ചുറൽ മസിൽസ് പാർട്ട് ഫോളുള്ള പ്രസൻ്റ് ആയിട്ടുള്ള സൈസ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ക്ലിയർ സീ വാട്ടർ വിത്ത് റിച്ച് പ്ലാങ്ക്ടൺ പ്രൊഡക്ഷൻ ഈസ് ഐഡിയൽ ഫോർ മസിൽ കൾച്ചർ. പ്ലാങ്ക്ടൺ ആണ് ഇതിൻ്റെ ഫിൽട്ടർ ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മസിൽസിന് ഈ പ്ലാങ്ക്ടൻ്റെ ഫുഡ് അവൈലബിലിറ്റി കൂടുന്നതിന് അവരുടെ പ്രൊഡക്ഷനും കൂടിക്കൊണ്ടിരിക്കും. ദെൻ ഓപ്പൺ സീ ഫാമിങ്ങും എസ്റ്ററിൻ ഏരിയാസുമാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആവുന്നത്. ബിക്കോസ് അവിടെ അവർ സ്ട്രോങ് വേവ് ആക്ഷനിൽ നിന്ന് ഫ്രീ ആണ്. ദെൻ സൈറ്റ് ആക്സസിബിൾ ബൈ ലാൻഡ് ഓർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആർ പ്രിഫേർഡ് സോ ദാറ്റ് കൾച്ചർ മെറ്റീരിയൽസ് ആൻഡ് ഹാർവസ്റ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ഈസിലി. ദെൻ നമുക്ക് പറയാനുള്ളത് ഓപ്പൺ സീ ഫാമിംഗ് ആണ്. ഇൻ ദിസ് ദ ഡെപ്ത് അറ്റ് ദ സൈറ്റ് ഷുഡ് ബി എബവ് 5 മീറ്റർ വിത്തൗട്ട് സ്ട്രോങ് വേവ് ആക്ഷൻ, ലെസ് ടർബുലൻറ്റ് ആൻഡ് വിത്ത് ഹൈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ലോങ് ലൈൻ മെത്തേഡും റാഫ്റ്റ് കൾച്ചറുമാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്നത് പോച്ചിങ് ആൻഡ് അൺപ്രഡിക്റ്റഡ് ക്ലൈമറ്റ് ചേഞ്ചസ് അതിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ദെൻ പ്രൊട്ടക്റ്റഡ് ബേസ് ആർ ഐഡിയൽ ഫോർ മസിൽ ഫാമിംഗ്. എസ്റ്ററിൻ ഫാമിംഗ് ഇങ്ങനെ ഈ ഫിഗറിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലായി കാണുന്നതാണ് എസ്റ്ററിൻ ഫാമിംഗ് എന്ന് പറയുന്നത്. കമ്പയർഡ് ടു ഓപ്പൺ സീ, estuarine ecosystems with less turbulent and shallow depth are suitable for mussel farming. Culture for mussels on horizontal ropes result in high productivity due to the effective utilization of the primary productivity. റാക്കിൾസ് മെത്തേഡാണ് ഈ എസ്റ്ററിൻ കണ്ടീഷൻ്റെ ഒരു എക്സാമ്പിൾ. മൺസൂൺ സീസണിൽ ഉണ്ടാകുന്ന സലൈനിറ്റിലുള്ള ഫ്ലക്ച്വേഷനും ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റും ഡൊമസ്റ്റിക് വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മസിൽ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് പെർണ വിരിഡിസ് ഗ്രീൻ മസിൽസ്, ദെൻ മൈറ്റിലസ് എഡ്ലിസ് അഥവാ ബ്ലൂ മസിൽ. ടെമ്പറേറ്റ് സോണിലൊക്കെ ബ്ലൂ മസിലാണ് സാധാരണയായിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ബിക്കോസ് ദേ ക്യാൻ ഗ്രോ അറ്റ് ലോട്ട് സീ വാട്ടർ ടെമ്പറേച്ചേഴ്സ്. ബ്രൗൺ മസിൽ മോഡിയോളസ് മെറ്റിക്കാൽഫി ആൻഡ് മോഡിയോളസ് ഫിലിപ്പിനേറം വിച്ച് ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ മഡി ബോട്ടംസ് ഇൻ ഷാലോ ബേസ് ആർ സിംപ്ലി ഗാതേഡ്. അതുപോലെ എഡിബിൾ ആയിട്ടുള്ള മറ്റൊരു മസിൽ സ്പീഷീസാണ് പെർണ ഇൻഡിക്ക. ഈ ഒരു ഫിഗറിൽ ഈ കാണുന്നതാണ് പെർണ വിരിഡിസ്, ദെൻ ഇസ് പെർണ ഇൻഡിക്ക, ഇറ്റ് ഇസ് ദ blue mussel, this brown mussel, etc. Then we have to go to the next slide. It is a reproduction. Mussel is a unisexual ആണ്. ഇതിൻ്റെ മെച്ചുവേർഡ് ഫീമെയിലും മെച്ചുവർ മെയിലിൻ്റെ ഗൊണാഡ്സ് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കാര്യം തന്നെ ബ്രൈറ്റ് ഓറഞ്ച് റെഡ് കളറായിരിക്കും മെച്ചുവർ ഫീമെയിലിൻ്റെ ഗൊണാഡ്സിന് ഉണ്ടാവുക. ക്രീമി യെല്ലോ കളറാണ് മെച്ചുവർ മെയിലിൻ്റെ ഗൊണാഡ്സിന് ഉണ്ടാവുക. ദെൻ 2 monthsലാണ് ഇവർ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ജനുവരി ടു സെപ്റ്റംബർ ആണ് ഇതിൻ്റെ സ്പോണിംഗ് പീരീഡ് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ക്ലൈമറ്റിക് കണ്ടീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പീക്ക് സ്പോണിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ജൂൺ ടു സെപ്റ്റംബർ ആണ്. ഇവരുടെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് ഫാമിങ്ങിൽ മെയിനായിട്ട് പറയുന്നത് ബോട്ടം കൾച്ചറാണ്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ സീൻ്റെ ബോട്ടത്തിലായിട്ടായിരിക്കും ഇത് കൾച്ചർ ചെയ്യുന്നത്. ദെൻ ഇൻ ദിസ് കൾച്ചർ സിസ്റ്റം എ ഫേം ബോട്ടം ഈസ് റിക്വയർഡ് വിത്ത് അഡിക്വേറ്റ് ടൈഡൽ ഫ്ലോ ടു പ്രിവെൻറ്റ് സിൽട്ട് ഡിപ്പോസിഷൻ, റിമൂവൽ ഓഫ് എക്സ്ക്രീറ്റ ആൻഡ് ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഓക്സിജൻ for the cultured animals. This method requires a minimum investment.
ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് സ്റ്റാർഫിഷ്, ക്രാബ്സ്, ഓസ്ട്രിച്ചിൽസ് തുടങ്ങിയിട്ടുള്ളവയിൽ നിന്നുള്ള ഹെവി പ്രിഡേഷൻ ഇവർ സഫർ ചെയ്യുന്നുണ്ട്. ദെൻ സിൽറ്റേഷൻ, പുവർ ഗ്രോത്ത് ആൻഡ് റിലേറ്റീവ്ലി ലോ yields പെർ യൂണിറ്റ് കൾച്ചർ ഏരിയ. ഇതൊക്കെയാണ് ബോട്ടം കൾച്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ബൗച്ചർ കൾച്ചർ അഥവാ ഇൻ്റർവെൽ ഗ്രോത്ത് ടെക്നിക്. ദ കൾച്ചർ ഫെസിലിറ്റീസ് ആർ സെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മസിൽസ് ആർ സബ്മേഴ്സ്ഡ് അറ്റ് ഓൾ ടൈംസ്. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഇതിൻ്റെ കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. Then rack culture. This is an off-bottom type of mussel culture. The process involves setting off artificial collectors on poles or horizontal structures built over or near natural spawning grounds of the shellfish. ഈ ഒരു ഫിഗറിലുള്ള പോലെ ആയിരിക്കും റാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ റാഫ്റ്റ് മെത്തേഡ്. Ideal for open sea conditions. Square or rectangular rafts are fabricated with sturdy bamboo or casuarina poles. Ideal size of the raft എന്ന് പറയുന്നത് 5 into 5 meter ആണ്. The raft are positioned at a suitable site in the sea using 50 to 100 kilogram of iron, granite or concrete anchors. ഇതിൽ സീയിൽ ആ സൈറ്റ് സ്യൂട്ടബിൾ സൈറ്റിൽ തന്നെ പൊസിഷൻ ചെയ്യുന്നത് അയണോ ഗ്രാനൈറ്റോ കോൺക്രീറ്റ് ആങ്കേഴ്സോ യൂസ് ചെയ്തുകൊണ്ടാണ്. ദെൻ 3 seeded rope can be suspended from 1 meter area of the raft. നെക്സ്റ്റ് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോങ് ലൈൻ കൾച്ചറാണ്. ഇതുപോലെ ഫിഗറിൽ നമ്മൾ കാണുന്ന പോലെ ലോങ് ആയിട്ടുള്ള ലൈനിൽ നമ്മൾ കൾച്ചർ ചെയ്യും. ദെൻ long line culture is an alternative to raft culture in areas less protected from wave action. A long line supported by a series of small floats and joined by a cable or chain and anchored at the bottom on both ends is employed. Collected mussel spars on ropes or strings are suspended on the line. The structure is fairly flexible. Then ഇത് കൂടാതെ തന്നെ മറ്റു പല കൾച്ചർ മെത്തേഡ്സും ഉണ്ട്. അതിൽ പെടുന്നതാണ് ഹൊറിസോണ്ടൽ കൾച്ചർ, ഹാങ്ങിങ് മെത്തേഡ്, ഡീപ്പ് വാട്ടർ കൾച്ചർ, പോൾ കൾച്ചർ. ഇതെല്ലാം പരസ്പരം സിമിലർ ആണ്, ബട്ട് ചെറിയ ചെറിയ ഡിഫറൻസും ഉണ്ട്. ദെൻ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഓഫ് മസിൽ കൾച്ചർ. ഇതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പോണിങ് ആൻഡ് ഫിക്കൻറ്റേഷൻ, ടോങ് ഓഫ് ലാവെ, വെലിഗൽ ലാവെ, പിന്നെ മെറ്റമോഫിസിസ് ആൻഡ് സെറ്റിൽമെൻറ്റ്. അത് ബോട്ടം കൾച്ചറാണെങ്കിൽ ബോട്ടം കൾച്ചർ ചെയ്ത് മാർക്കറ്റിംഗ് വഴി പ്രൊഡക്ട്സ് ആയിട്ട് ഇതാക്കും. ദെൻ കോക്കനട്ട് ഫൈബർ റോപ്പിലാകുമ്പം ഇൻ്റർടൈഡൽ സബ് ടൈഡൽ എന്നൊക്കെയുണ്ട്. ബൗച്ചർ കൾച്ചർ, ലോങ് ലൈൻ കൾച്ചർ ചെയ്യുന്ന ഇത് ജസ്റ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. ഡെവലപ്പിംഗ് ആൻഡ് ഗ്രേഡിങ്, ഹാർവസ്റ്റിംഗ് ഡീഗ്രേഡ്സ്, ദാറ്റ്സ് ഓൾ. ദെൻ പറയുന്നത് ഹാർവസ്റ്റിംഗ് പ്രൊസീജിയറാണ്. ഹാർവസ്റ്റർ ഷുഡ് ബി അവെയർ ഓഫ് ദ സ്ട്രെസ് കോസ്ഡ് ഡ്യൂറിങ് ദ ഹാർവസ്റ്റിംഗ് പ്രോസസ്. ഹാർവസ്റ്റിംഗ് മസിൽസ് സ്പെഷ്യൽ കെയർ നീഡഡ് ആണ്. അവർക്ക് സ്പെഷ്യൽ കെയർ ആവശ്യമുണ്ട്. പുള്ളിങ് ദം ഓർ യൂസിങ് എ ഡൾ സ്ക്യാപ്പ് മേ ടിയർ ദ ബൈസൽ ത്രെഡ്. ദിസ് വിൽ റിസൾട്ട് ഇൻ ലോസ് ഓഫ് മോയ്സ്ചർ ആഫ്റ്റർ ഹാർവസ്റ്റ് ഓർ കോസ് ഫിസിക്കൽ ഡാമേജ്. അല്ലെങ്കിൽ ഈ ബൈവാൽവിൻ്റെ ഒക്കെ ഡെത്തിനും കാരണമാകാറുണ്ട്. ദ റൈറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ബേസൽ ത്രെഡിൽ ഒരു കട്ട് കൊടുക്കുക, ദെൻ ലീവ് ഇറ്റ് ഇൻടാക്ട് ടു ദ ബോഡി. എക്സ്പോഷർ ടു സൺ, പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓൾസോ ഇൻക്രീസസ് ദ സ്ട്രെസ് ഓഫ് ദ മസിൽസ്. ഇതിൽ പറയുന്ന ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെപ്പുറേഷൻ ഓഫ് മസിൽസ് ആണ്. മസിൽ ഫാമേഴ്സ് ക്ലെൻസ്ഡ് their harvest by relaying them in a clean water. This procedure, however, is unlikely to reduce heavy contamination by toxic wastes accumulated during growing period. ദെൻ നമുക്ക് പറയാനുള്ളത് പേൾ കൾച്ചറെ പറ്റിയാണ്. പേൾ കൾച്ചറെ പറ്റി പറയുമ്പോൾ ദ ഓയിസ്റ്റർ യൂഷ്വലി ബ്രീഡ്സ് സെവറൽ ടൈംസ് ഇൻ സക്സീഷൻ. ദ ലാവെ ആർ ഫ്രീ സ്വിമ്മിങ് ആൻഡ് ഫീഡ് അപ്പോൺ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. ലാവെ ഫ്രീ സ്വിമ്മിങ്ങും ആണ്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിന് ഫീഡ് ചെയ്യുന്നവയാണ്. They undergo metamorphosis and finally settle down as forest patfall at the bottom in large numbers. The young oyster has a fast growth rate and attains about 50 millimeter in a year. അത് യങ് ഓയിസ്റ്ററിന് ഒരു വർഷത്തിൽ 50 millimeter വരെ അവരെ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ദെൻ പറയാനുള്ളത് ഫോർമേഷൻ ഓഫ് എ പേൾ. ഒരു ഫോറിൻ പാർട്ടിക്കിൾ, ഇറ്റ് മേ ബി എ ഇനേർട്ട് പാർട്ടിക്കിൾ, ഒരു ഹാർഡ് ഒബ്ജക്റ്റ് ആവാം, ലിവിങ് ഒബ്ജക്റ്റ് ആവാം. ഇതെന്ത് ചെയ്യും? ഓയിസ്റ്ററിൻ്റെ മാൻഡിൽ പെനട്രേറ്റ് ചെയ്യും. ദെൻ മാൻഡിലെ സെൽസുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഫോറിൻ പാർട്ടിക്കിൾ ഫോംസ് ദ ന്യൂക്ലിയസ് ഓവർ വിച്ച് മോർ ഓർ ലെസ് കോൺസെൻട്രിക് ലെയേഴ്സ് ഓഫ് മദർ ഓഫ് പേൾ ഈസ് സെക്രീറ്റഡ്. ഈ മദർ ഓഫ് പേൾ ഈ ഒരു ഫോറിൻ ഒബ്ജക്റ്റിന് ചുറ്റുമായിട്ട് ഒരു സെക്രീഷൻ ഉണ്ടാക്കും. ദെൻ ഈ സെക്രീഷൻ ടൈം ഡ്യൂറേഷൻ കൂടിക്കൂടി വരുന്നതിനാൽ ഒരു സിസ്റ്റിനകത്താകുമ്പോൾ അത് പേളായിട്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ it enlarges in size and pearl is formed. The natural pearl is rarely as pure as it assumes the shape of a nucleus. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ചിലപ്പോഴൊക്കെ മോസ്റ്റ് ഓഫ് ദി കേസസും അത് ഓയിസ്റ്ററിൻ്റെ ലൈഫ് സ്പാൻ വരെ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ പേൾ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ്, സൈസ്, കളർ, ലസ്റ്ററിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ദെൻ ഫോർമേഷൻ ഓഫ് പേൾ നമ്മളിപ്പം പറഞ്ഞ സംഗതി തന്നെയാണ്. മാൻഡിൽ പെനട്രേറ്റ് ചെയ്യും, മാൻഡിലെ സെൽസുമായിട്ട് അറ്റാച്ച്ഡ് ആവും, മദർ ഓഫ് പേൾ സെക്രീഷൻ ഉണ്ടാക്കും, ലെയേഴ്സ് ഓഫ് നെക്ക് ആൻഡ് പേൾ ഫോം ചെയ്യും. ദെൻ പേൾ കൾച്ചർ. ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ പേൾ ഫാമിംഗ് ഇസ് ദ ഇൻഡസ്ട്രി റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റിംഗ് പേൾ molluscus ആൻഡ് പ്രൊഡ്യൂസിങ് കൾച്ചർഡ് പേൾസ്. ദീസ് കൾച്ചർഡ് പേൾസ് മേക്കപ്പ് നിയർലി 100% ഓഫ് ദ പേൾസ് സോൾഡ് ടുഡേ. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പേൾസിൽ ഒരു 100% നമുക്ക് കൾച്ചർ ചെയ്തെടുക്കുന്ന പേൾസാണ്. ബിക്കോസ് 0.01% മാത്രം തന്നെയാണ് നമുക്ക് നാച്ചുറൽ ബെഡിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പേൾ കൾച്ചർ ഹാസ് ബിക്കം ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രി ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ജപ്പാൻ. ഇന്ത്യയിലും ജപ്പാനിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രി ആയിട്ട് പേൾ കൾച്ചർ മാറിയിട്ടുണ്ട്. ജപ്പാനിലാണ് ഈ പേൾ കൾച്ചർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ കൾച്ചർഡ് പേൾസ് എന്ന് പറയുന്നത് എ പേൾ ഇനീഷ്യേറ്റഡ് ബൈ എ മസൽ ഓർ ഓയിസ്റ്റർ ഫാമർ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ് യൂസിങ് 2 വെരി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ബൈവാൽ molluscs. ബൈവാൽ molluscs ആണ് പേൾ കൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്രഷ് വാട്ടർ റിവർ മസൽസും സോൾട്ട് വാട്ടർ പേൾ ഓയിസ്റ്റേഴ്സുമാണ് ആ ബൈവാൽ mollusc എന്ന് പറയുന്നത്. ദെൻ പേൾ പ്രൊഡ്യൂസ്ഡ് ബൈ പേൾ ഓയിസ്റ്റേഴ്സ് ആർ ഹൈലി പ്രൈസ്ഡ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ ഹൈലി പ്രൈസ്ഡ് ആയിട്ട് കിട്ടുന്നത് പേൾ ഓയിസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പേൾസാണ്. ദെൻ മദർ ഓഫ് പേൾ ഇസ് ദ നെക്രേഷ്യസ് inner coating of the molluscan shells and it forms the major part of pearl. Then pearl farms. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ആയിരിക്കും പേൾ ഫാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക മോസ്റ്റ് ഓഫ് കേസിലും. ദെൻ ഡൈവേഴ്സാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നതും അതിനെ കളക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ പേൾ ഫാംസ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ കൾച്ചർ പേൾസിനെ ഗ്രോൺ ചെയ്യുന്നത് അതിനാണ് നമ്മൾ പേൾ ഫാംസ് എന്ന് പറയുക. ഒരേ സമയം തന്നെ 1000 ഓയിസ്റ്റേഴ്സിനെ നമ്മൾ ന്യൂക്ലിയേറ്റ് ചെയ്യും. 2 മുതൽ 5 വർഷം വരെ നമ്മൾ പേൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കീപ്പ് ചെയ്യും. ദെൻ ലൈക്ക് എനി അതർ ഫോം ഓഫ് ഫാമിംഗ് പേൾ ഫാമിംഗ് ക്യാൻ ബി ആസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ലെക്ക് ആസ് ഇറ്റ് വാസ് ഓൺ സ്കിൽ. ഇത് കാരണം ഇവിടെ സക്സസിന് കുറേ ഡിമെറിറ്റ്സ് വരുന്നുണ്ട്. ബിക്കോസ് ഒരു പേൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഓയിസ്റ്ററിനെ ന്യൂക്ലിയേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി നമുക്കൊരു നമ്മൾ വിചാരിച്ച പോലെയൊന്നും പ്രൊഡക്ഷൻ കിട്ടിയെന്ന് വരില്ല. അത് നമ്മൾ ലെക്ക് പോലെ ഇരിക്കും. മേ ബി അത് ചത്തുപോകും, അല്ലെങ്കിൽ പേൾസ് ഫോം ചെയ്യണമെന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. സോ അവിടെ അങ്ങനൊരു നമ്മൾ ലെക്കോ അല്ലെങ്കിൽ സ്കില്ലിനെ ബേസ് ചെയ്തിരിക്കും ഈ പേൾ ഫാമിങ്ങിൻ്റെ സക്സഷൻ എന്ന് പറയുന്നത്. ദെൻ ആൻഡ് എൻറ്റിയർ ബെഡ് ഓഫ് ഓയിസ്റ്റേഴ്സ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവാസ്റ്റേറ്റഡ് ബൈ അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. അതിന് മെയിൻ റീസണായിട്ട് പറയുന്നത് വെച്ചാൽ ഈ ബെഡ് ഓഫ് ഓയിസ്റ്റേഴ്സിനെ കംപ്ലീറ്റ്ലി ഡിവാസ്റ്റ് ചെയ്യുന്നത് അൺപ്രഡിക്റ്റ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടാണ്. സച്ച് ആസ് വാട്ടർ പൊല്യൂഷൻ, സെവിയർ സ്റ്റോംസ്, എക്സസീവ് ഹീറ്റ് ഓർ കോൾഡ്, ഡിസീസ് ആൻഡ് മെനി അതർ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫിനോമിന. ദെൻ പറയുന്നത് ഈ പേൾ കൾച്ചർ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീഷീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് മറിയൻ ഫോംസാണ്. പിങ്ടാഡ സ്പീഷീസിൽ വരുന്നവയാണ് മോസ്റ്റ് ഓഫ് ദ പേൾ പ്രൊഡ്യൂസിങ് ഓയിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിങ്ടാഡ മാർഗരിറ്റിഫെറ, പിങ്ടാഡ ഫ്യുക്കേറ്റ, പിങ്ടാഡ മിറ്റൻസി, പിങ്ടാഡ കെമ്മിൻസി, പിങ്ടാഡ അനമിയോയിഡ്സ്, പിങ്ടാഡ ഓട്ടോപുറുപ്പറെ. ദെൻ അതർ സ്പീഷീസും ഉണ്ട്. പ്ലാക്വാന പ്ലസിൻഡ, പ്ലാക്വാന മാക്സിമ, ഹെലിയോറ്റസ്, മൈറ്റിലസ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫോം ആയിട്ടുള്ള യൂണിയോ മാർഗരിറ്റിഫെറയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഫിഗറിൽ ഈ കാണുന്നത് പിങ്ടാഡ മാർഗരിറ്റിഫെറയും ഈ താഴത്തെ ഫിഗറിലുള്ളത് പിങ്ടാഡ ഫ്യുക്കേറ്റിയും ആണ്. നെക്സ്റ്റ് പറയുന്നത് പേൾ കൾച്ചറിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. There are 5 steps: collection of muscle, pre-operative condition, surgery, post-operative condition, then harvesting of pearls. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻഡ് ആയിട്ട് ഡൈവേഴ്സ് ആയിരിക്കും ഓയിസ്റ്റേഴ്സിനെ കളക്ട് ചെയ്യുന്നത്. ബോട്ടം സീലിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ബെസ്റ്റ് പീരീഡ് ഓഫ് കളക്ഷൻ ഓഫ് ഓയിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സമ്മർ സീസണിലെ 2 months ആയിരിക്കും. ദ ഹെൽത്തി മസിൽസ് ആർ കളക്റ്റഡ് ഫ്രം ദ ഫ്രഷ് വാട്ടർ ബോഡീസ് ലൈക്ക് പോണ്ട്, റിവർ, എക്സെട്ര. They are collected manually and kept in buckets or containers with water. The ideal muscle size used for pearl culture is over 8 cm in anterior posterior length. Then second stage എന്ന് പറയുന്നത് pre-operative conditioning ആണ്. The collected muscles are kept for pre-operative conditioning for 2 to 3 days by keeping them in a crowded condition in captivity with aged tap water at a stoking density of 1 muscle per liter. അതായത് ഒരു മസിലിന് 1 ലിറ്റർ എന്നുള്ളൊരു ഡെൻസിറ്റിയിലായിരിക്കും നമ്മളതിനെ സ്റ്റോക്ക് ചെയ്യുന്നത് ടാപ്പ് വാട്ടറിൽ. 2 മുതൽ 3 ദിവസം വരെ നമ്മളങ്ങനെ ഇത് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈവാൾസ്, ആ വാൾസിന് ഒരു അഡക്ടർ മസിൽസ്
തിക്കായിട്ട്, അതായത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ഹാർഡായിട്ട് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രീ ഓപ്പറേറ്റീവ് കണ്ടീഷനിൽ വെക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ അഡക്ടർ മസിൽസ് വീക്കൻ ചെയ്യും. അപ്പം ഈ വീക്കനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ ഓപ്പറേറ്റീവ് കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സർജറി സമയത്ത് നമുക്കത് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. പേഴ്സിനെ നമുക്ക് ആ ഓയിസ്റ്ററിനെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ദെൻ പറയുന്നത് തേർഡ് മെത്തേഡ് മസിൽ സർജറിയാണ്. ഡിപ്പെൻഡിങ് ഓൺ ദിസ് പ്ലേസ് ഓഫ് സർജറി ദ ഇംപ്ലാന്റേഷൻ ഈസ് ഓഫ് 3 ടൈപ്സ്. അതായത് അത് ഏത് ഭാഗത്താണ് സർജറി നടത്തുന്നത് അങ്ങനെ രീതിയിൽ ഇംപ്ലാന്റേഷൻ 3 തരത്തിലുള്ളത്. ഒന്ന് മാൻഡിൽ ക്യാവിറ്റി ഇംപ്ലാന്റേഷൻ, മാൻഡിൽ ടിഷ്യൂ ഇംപ്ലാന്റേഷൻ, ഗോണാഡൽ ഇംപ്ലാന്റേഷൻ. The key materials required during the surgical implantations are beads or nuclei, which are usually made from mollusk shell or other calcareous materials. മാൻഡിൽ ക്യാവിറ്റി ഇംപ്ലാന്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ കാണിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. In this procedure, round or designed beads are inserted into the mandial cavity region of muscle. അതായത് മസിലിൻ്റെ മാൻഡിൽ ക്യാവിറ്റിയിൽ ഒന്നുകിൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഫോറിൻ പാറ്റേൺ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഗണേഷ്, ബുദ്ധ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിമകൾ, രൂപങ്ങൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്രീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു രൂപത്തിലേക്കായിരിക്കും പേൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിൽ കൂടുതൽ വാല്യൂ കിട്ടും. ദെൻ ആഫ്റ്റർ ഓപ്പണിംഗ് ദ 2 വാൾവ്സ് വിത്തൗട്ട് കോസിങ് ഇഞ്ചുറി ടു മസിൽസ് അറ്റ് ബോത്ത് എൻഡ്സ്. അതായത് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അവനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മസിൽസിന് ഒരു തരത്തിലുള്ള ഇഞ്ചുറിയും പറ്റാൻ പാടില്ല. Then and separating carefully the mandils of anterior sides from the shell with the help of surgical set. ഈ താഴെ കൊടുത്ത ഫിഗറിൽ കാണുന്ന പോലെ സർജിക്കൽ സെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാൻഡിൽസിനെ കെയർഫുള്ളി സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് മാൻഡിൽ ടിഷ്യൂ ഇംപ്ലാന്റേഷനാണ്. മസിൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്, ദ ഡോണർ ആൻഡ് ദ റെസിപ്പിയൻ മസിൽസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പറേഷൻ ഓഫ് ഗ്രാഫ്റ്റ് ആണുള്ളത്, അഥവാ സ്മോൾ പീസസ് ഓഫ് മാൻഡിൽ ടിഷ്യൂ. ദ ഇംപ്ലാന്റേഷൻ ഈസ് ഡൺ ഓൺ റെസിപ്പിയൻ മസിൽസ് വിച്ച് ഈസ് ഓഫ് 2 ടൈപ്സ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആൻഡ് ന്യൂക്ലിയേറ്റഡ് ഉണ്ട്. In the former, only the graft pieces are introduced into pockets created at the inner side of posterior pallial mantle present at the ventral region of the muscle. In the nucleated method, a graft piece followed by a small nucleus, ഏകദേശം 2 mm ഡയമീറ്ററുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഈ പോക്കറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. Then third implantation ആണ് ഗോണാഡൽ implantation. This procedure also involves preparation of graft as described in mantle tissue method. ആദ്യം നമ്മൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു എൻഡിൽ ഗൊണാഡിൻ്റെ മസിൽസിൻ്റെ ഗൊണാഡിൻ്റെ എഡ്ജിലായിട്ട് ഒരു കട്ട് കൊടുക്കും. ദെൻ ദ ഗ്രാഫ്റ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഗൊണാഡ് ഫോളോഡ് ബൈ ന്യൂക്ലിയസ്, ഏകദേശം 2 to 4 mm ഡയമീറ്റർ, സോ ദാറ്റ് ദ ന്യൂക്ലിയസ് ആൻഡ് ഗ്രാഫ്റ്റ് ഷുഡ് ബി ഇൻ ക്ലോസ് കോണ്ടാക്ട്. ലാസ്റ്റ് പറയുന്ന ഒരു 4th സ്റ്റെപ്പാണ് പോസ്റ്റ് ഓപ്പറേഷൻ കെയർ. ഈ ഒരു ഫിഗറിലുള്ള പോലെ ആയിരിക്കും ആ ഒരു മെത്തേഡ് നടക്കുന്നത്. ന്യൂക്ലിയേറ്റഡ് ഓയിസ്റ്റേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ ടു ദ കേജ് ആൻഡ് സസ്പെൻഡഡ് ടു സീ വാട്ടർ ഫോർ 6 to 7 days. ഒരു കേജിലാക്കിയിട്ട് നമ്മളൊരു 6 മുതൽ 7 ദിവസം വരെ സീ വാട്ടറിൽ അതിനെ സസ്പെൻഡ് ചെയ്തിടും. ദെൻ ദീസ് ആർ റിമൂവ്ഡ് ഫോർ എക്സാമിനേഷൻ. ഈ എക്സാമിനേഷനിലൂടെ എന്ത് ചെയ്യും, ഡെഡ് ഇൻഡിവിജ്വൽസിനെ റിമൂവ് ചെയ്യുകയും എലിവായിട്ടുള്ളതിനെ ഒന്നും കൂടി ഈ കേജിലായിട്ട് കീപ്പ് ചെയ്തിട്ട് ഒരു തരത്തിലും ഡിസ്റ്റർബൻഷൻ ഇല്ലാതെ ഒരു 2 to 3 meters ഡെപ്തിൽ 3 മുതൽ 6 വർഷം വരെ നമ്മൾ കീപ്പ് ചെയ്യും. ലാസ്റ്റ് മെത്തേഡാണ് ഹാർവെസ്റ്റിംഗ്. പേൾസ് ആർ ഹാർവെസ്റ്റഡ് ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ ടു ഫെബ്രുവരി. ആഫ്റ്റർ 3 years, pearl oysters are harvested and pearls are taken out from the shell. ദെൻ ഈ പേൾസ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് റബ്ബ് ചെയ്തൊക്കെ മാർക്കറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. That's all about muscle culture and pearl culture. Thank you.